സുധാകരൻ കൂടി പാർട്ടി വിടുന്നതോടെ, കാരണം സി പി എമ്മിൽ നിന്ന് കഴിഞ്ഞ ഒരു 2 മാസത്തിനിടെ സി പി എമ്മിൻ്റെ നെറികെട്ട പ്രവർത്തനങ്ങളിൽ പി വി അൻവർ ആണ് തുടക്കത്തിൽ പറഞ്ഞത് ഇപ്പോൾ കേരളത്തിലുള്ളത് സി പി എം അല്ല, പകരം പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘമാണ്. പിണറായിയുടെ ഒരു ഫാൻസ് അസോസിയേഷനായിട്ട് കേരളത്തിലെ സി പി എം മാറി എന്നുള്ളത്, അത് ശരിക്കും യഥാർത്ഥത്തിൽ കേരളത്തോട് വിളിച്ചു പറഞ്ഞത് അൻവറാണ് കേട്ടോ. അൻവറാണ് പിണറായിസം, മരുമോനിസം ഈ 2 വാക്കുകൾ കേരളത്തിൽ സമ്മാനിച്ചത്. പക്ഷെ അതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സി പി എം എല്ലാ ആദർശങ്ങളെയും പണയപ്പെടുത്തിക്കൊണ്ട് പിണറായിസം, അങ്ങേപ്പുറത്ത് മരുമോനിസം, എങ്ങനെയെങ്കിലും പിണറായിക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഈ മൂന്നാം ഭരണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും നമുക്കറിയാം പിണറായിയുടെ ആരോഗ്യം മൂന്നാമതൊരു തവണ കൂടി മുഖ്യമന്ത്രിയാവാൻ അനുവദിക്കുന്നില്ല, ഇപ്പം തന്നെ വയ്യ. അപ്പൊ ഈ മൂന്നാം ഭരണം എന്ന് ലക്ഷ്യം വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മരുമോനെ വാഴിക്കണം, മരുമോനെ മുഖ്യമന്ത്രിയാക്കണം. ഇത് പിണറായി വിജയൻ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഇതിനു വേണ്ടി പണിയെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പകരം ഒരാൾ അവിടെ, തനിക്ക് ശേഷം ഒരു രണ്ടാമൻ അവിടെ വരാൻ പാടില്ല. ഈ രണ്ടാമൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള വെട്ടി നിരത്തലുകളും. ഏറ്റവും അവസാനം ഇതാ കെ ശൈലജയെ പേരാവൂരിൽ കൊണ്ടുപോയി നിർത്തി തോൽപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ പിണറായി വിജയന്റെ ഈ അസംബന്ധങ്ങളായ, അല്ലെ, ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത പ്രവർത്തനങ്ങൾ, അതിന്റെയൊക്കെ ഭാഗമായിട്ട് പാർട്ടിയിൽ നിന്ന്, പാർട്ടിയെ വിശ്വസിച്ചിരുന്ന, പാർട്ടിയെ സ്നേഹിച്ചിരുന്ന, പാർട്ടിയുടെ ആദർശങ്ങളിൽ വിശ്വസിച്ചിരുന്ന നേതാക്കന്മാർ ഒന്നൊന്നായി കൊഴിഞ്ഞു പോവുകയാണ്. ഐഷ പോറ്റി പോയി, അല്ലേ, ഐഷ പോറ്റി പോയി, എസ് രാജേന്ദ്രൻ പോയി, വി എസിന്റെ അനുയായിയായ സുരേഷ് പോയി, ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ന്യായീകരണങ്ങൾ നടത്തിയിരുന്ന ഹസ്കർ പോയി, റെജി ലൂക്കോസ് പോയി. ഇനി ആരാ പോകാനുള്ളത്? അവസാനം ഇതാ പാർട്ടിയുടെ നെടുന്തൂണായ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള സംശുദ്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് നമുക്ക് ഒരു മാതൃകയായി, അല്ലെ, ഒരു മാതൃകയായി ഇതാ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരേ ഒരാൾ, മറ്റൊരാൾ ആരാ? ആദർശങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അഴിമതിയുടെ കറപുരളാത്ത, ജനക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ജനകീയനായ തലയെടുപ്പുള്ള നേതാവ്, അതായിരുന്നു സുധാകരൻ സഖാവ് ജി സുധാകരനും പാർട്ടിയോട് വിട പറയുകയാണ്. അമ്പലപ്പുഴയിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. UDF മിക്കവാറും പിന്തുണ കൊടുക്കും. NDAയുടെ നിലപാട് വ്യക്തമായിട്ടില്ല. എന്തായാലും കഴിഞ്ഞ തവണ മത്സരിക്കാൻ അനുവദിച്ചിരുന്നില്ല. അതിന് തൊട്ടു മുമ്പ് ഏതാണ്ട് 22,000-ലേറെ വോട്ടുകൾക്കാണ് അമ്പലപ്പുഴയിൽ അദ്ദേഹം ജയിച്ചത്. 3 പ്രാവശ്യം തുടർച്ചയായി അമ്പലപ്പുഴയിൽ ജയിച്ചു വരുന്ന, ഏറ്റവും അവസാനം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 22,000-ലേറെ വോട്ടുകൾക്ക് അമ്പലപ്പുഴയിൽ ജയിച്ച സുധാകരൻ വരികയാണ് UDFന്റെ പിന്തുണയോടെ. അപ്പം പിന്നെ എത്ര ഭൂരിപക്ഷം കിട്ടുന്നു ചോദിക്കാനില്ലല്ലോ. അവിടെ മിക്കവാറും എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പണ്ട് സുധാകരൻ വളർത്തിക്കൊണ്ടുവരുന്ന എച്ച് സലാം, സജി ചെറിയാൻ, നാസർ തുടങ്ങി സി പി എമ്മിന്റെ ആദർശങ്ങളോട്, കമ്മ്യൂണിസത്തോട് ഒരു തരത്തിലും നീതി പുലർത്താത്ത പൊളിറ്റിക്കൽ ക്രിമിനലുകളായ, സുധാകരന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ക്രിമിനലുകളായ നേതാക്കന്മാർ, അല്ലേ. സജി ചെറിയാനൊക്കെ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഭരണഘടന പോലും കുന്തവും കുടച്ചക്രവുമാണ് എന്നൊക്കെ പറഞ്ഞ സജി ചെറിയാൻ. പിന്നെ എന്തൊക്കെ വിഡ്ഢിത്തങ്ങൾ പുലമ്പി സജി ചെറിയാൻ. എച്ച് സലാമാണ് യഥാർത്ഥത്തിൽ ഈ ജി സുധാകരന്റെ പുറത്തേക്കുള്ള പോക്കിന് വഴി തെളിയിച്ചത്. കാരണം കഴിഞ്ഞ തവണ തനിക്ക് വേണ്ടി കാര്യമായി പ്രവർത്തിച്ചില്ല എന്നുള്ളതായിരുന്നു എച്ച് സലാമിന്റെ പരാതി. എച്ച് സലാം കഴിഞ്ഞ പ്രാവശ്യം തോറ്റതല്ല, എച്ച് സലാം വിജയിച്ചിരുന്നു. പക്ഷേ എച്ച് സലാമിന്റെ വാദം എന്താന്ന് വെച്ചാൽ, ജി സുധാകരൻ അവിടെ 22,000 വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിരുന്നു, പക്ഷെ എനിക്കൊരു 11,000 വോട്ടേ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളൂ, അത്രേ കിട്ടുള്ളൂ. ജി സുധാകരന് മുന്നിൽ താൻ ആരാടോ? എച്ച് സലാം എന്ന് പറയുന്ന, പിന്നെ നാസർ, അവിടുത്തെ ജില്ലാ സെക്രട്ടറി നാസർ, പിന്നെയാണ് സജി ചെറിയാൻ. ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത് ജി സുധാകരനാണ്.
ഇവരൊക്കെ ചേർന്ന് ജി സുധാകരനെ പാരവെച്ചു. ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ആത്മാഭിമാനമാണ്. ആത്മാഭിമാനത്തിന് പരിക്കേറ്റാൽ ഒരു നിമിഷം ആ പ്രസ്ഥാനത്തിൽ നിൽക്കില്ല. ഒരു പ്രസ്ഥാനമാവട്ടെ, ഒരു സ്ഥാപനമാവട്ടെ, അല്ലെങ്കിൽ ഒരു കുടുംബം പോലും ആവട്ടെ, തൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുകയാണെങ്കിൽ ആത്മാഭിമാനമുള്ള മനുഷ്യർ, ആത്മാഭിമാനം പണയപ്പെടുത്താത്ത മനുഷ്യർ ഇറങ്ങിപ്പോകും. ഓരോ മനുഷ്യനും അവൻ്റെതായ അഭിമാനമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ജി സുധാകരൻ കഴിഞ്ഞ 5 വർഷം അനുഭവിച്ച, അല്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തോട് ചെയ്ത നീതികേട്, സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായി പ്രായ ആധിക്യം കാരണം. ഇപ്പൊ പറയുന്നത് അദ്ദേഹത്തിന് പാർലമെന്ററി വ്യാമോഹം എന്നാണ്. പാർലമെന്ററി വ്യാമോഹം, അതായത് ജി സുധാകരൻ മത്സരിക്കുമ്പോൾ ജി സുധാകരന് അധികാരത്തോട് എന്താ പറയാ, ആസക്തി, പാർലമെന്ററി വ്യാമോഹം. ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ, അതാണ് സുധാകരൻ ചോദിച്ചത്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ മത്സരിക്കുന്നത് പിന്നെ കാശിക്ക് പോകാനാണോ? ബാക്കിയുള്ള പിണറായി വിജയൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള ആൾക്കാരൊക്കെ പിന്നെ മത്സരിക്കുന്നത് കാശിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. സുധാകരൻ മാത്രം മത്സരിക്കുമ്പോൾ അത് പാർലമെന്ററി വ്യാമോഹം. വർഗവഞ്ചകൻ എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇതാണ് വർഗവഞ്ചകൻ. അങ്ങനത്തെ പോസ്റ്റർ കൊണ്ടിട്ടുണ്ട്. ഇന്നലെ ഈ വലിയ ബാനറൊക്കെ പിടിച്ചിട്ട് വർഗവഞ്ചകൻ. 63 വർഷം അല്ലേ, 63 വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി, എന്താ പറയാ, പാർട്ടിയിൽ പ്രവർത്തിച്ച, SFI കാലം മുതൽ, SFIക്ക് പോലും തുടക്കമിട്ടുകൊണ്ട് SFIയുടെ കാലം മുതൽക്ക് തന്നെ പാർട്ടിയുടെ അവിഭാജ്യ ഘടകമായ പാർട്ടി ക്ലാസുകൾ എടുത്തുകൊണ്ടിരുന്ന ജി സുധാകരൻ പാർട്ടിയോട് വിട പറയുമ്പോൾ ഇത് കേവലം അമ്പലപ്പുഴ സീറ്റിൽ സുധാകരൻ വിജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. അവിടെ വിജയിക്കുമോ എന്നുള്ള ഒരു ചോദ്യം പോലും ഇല്ല. സുധാകരനല്ലാതെ പിന്നെ ആര് ജയിക്കാൻ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായാൽ? അവിടെ SML അവിടെ പിണറായി വിജയൻ മത്സരിക്കട്ടെ. കെട്ടിവെച്ച പൈസ പിണറായി വിജയന് കിട്ടില്ല. അതാണ് അമ്പലപ്പുഴ, അതാണ് ജി സുധാകരൻ. ഏതായാലും ജി സുധാകരന്റെ ഈ ഇറക്കം, പാർട്ടിയിൽ നിന്നുള്ള ഇറക്കം മറ്റൊരു കയറ്റത്തിനുള്ള, ഏത് കയറ്റമാണത്? സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പാർട്ടിയിലെ നെറികേടുകൾക്കെതിരെ. ഇതൊക്കെ ഒരു തുടർച്ചയാണ് ഇത്, അല്ലേ? ടി പി ചന്ദ്രശേഖരനാണ് പാർട്ടിയുടെ ഈ വഴിപിഴച്ച പോക്കിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്വന്തം പാർട്ടി രൂപിച്ച ടി പി ചന്ദ്രശേഖരനെയാണ് കുലംകുത്തി എന്ന് പറഞ്ഞിട്ട് 51 വെട്ടുവെട്ടി കൊന്നത്. അതിനുശേഷം എത്ര പേർ? കുഞ്ഞികൃഷ്ണൻ സഖാവ് പയ്യന്നൂരിൽ രക്തസാക്ഷികളുടെ ഫണ്ട് കട്ടുമുടിച്ചതിനെതിരെ, അല്ലേ? രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ച ഫണ്ട് കട്ടുമുടിക്കുക, പാർട്ടി ഓഫീസിന് വേണ്ടിയിട്ടുള്ള വേറെ വെട്ടിപ്പും തട്ടിപ്പും കൊലപാതകങ്ങളും ഗുണ്ടാപ്പടിയും. ഇതാണ് കേരളത്തിലെ CPM നേതൃത്വം കൊടുക്കുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം പിണറായി വിജയന്, തൻ്റെ കുടുംബം, തൻ്റെ മകൾ, തൻ്റെ മരുമകൻ. ഏതായാലും ഒരൊറ്റ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബംഗാളിൽ 35 വർഷം അല്ലേ, 35 വർഷത്തെ ഒരു നിരന്തര ഭരണത്തിന് ശേഷമാണ് ബംഗാളിൽ നിന്ന് കുറ്റിയേറ്റ് പോയത്. അതേപോലെ ഒരു 10-15 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് ത്രിപുരയിൽ നിന്ന് കുറ്റിയേറ്റ് പോയത്. ഒരു സീറ്റ് പോലും കിട്ടാതെ കേരളത്തിൽ ഇതാ 10 വർഷത്തെ പിണറായി വിജയന്റെ നെറികെട്ട ഭരണം, ഗുണ്ടാഭരണം. അതിന്റെ ഫലമായിട്ട് പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ നിന്ന് പോകുകയാണ്. അതിന്റെ തുടക്കമായി കഴിഞ്ഞു. തുടക്കം നേരത്തെ ആയിക്കഴിഞ്ഞു. അതിങ്ങനെ ഒലിച്ചു പോവുകയാണ്. ആ ഒലിച്ചുപോക്കിന് അക്കം കൂട്ടിക്കൊണ്ടാണ് സുധാകരൻ സഖാവ് പാർട്ടി വിടുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ അമ്പലപ്പുഴയിലെ പ്രശ്നം മാത്രമല്ല ഇത്. യഥാർത്ഥത്തിൽ സുധാകരൻ സഖാവ് നേർക്കുനാർ എതിരിടുന്നത് ആലപ്പുഴയിലെ പാർട്ടി ക്രിമിനലൈസ് ചെയ്ത പാർട്ടി, അല്ലേ? ക്രിമിനലുകളായി മാറിയ, അധോലോക സംഘമായി മാറിയ പാർട്ടിയിലെ നേതാക്കന്മാർ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ആദർശങ്ങൾ പണയപ്പെടുത്തുന്ന അഴിമതിക്കാരായ നേതാക്കൾ, അവർക്കെതിരെയാണ് ജി സുധാകരൻ ഇറങ്ങി വന്നതും ജി സുധാകരൻ പടപുരുതാൻ വേണ്ടി പോകുന്നതും. പക്ഷെ ജി സുധാകരന്റെ ഈ ഇറങ്ങി വരവ് എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം
കേരളത്തിലാകെ 140 മണ്ഡലങ്ങളിലും ജി സുധാകരന്റെ നിലപാടുകൾ, ജി സുധാകരന്റെ ഈ ഇറങ്ങി വരവ് ചർച്ച ചെയ്യും. ഇവിടെ എച്ച് സലാം പറയുന്നത് 15 പേർ കൂടി സുധാകരനൊപ്പം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ചർച്ചയിൽ നമ്മളെ ജയശങ്കർ വക്കീൽ പറഞ്ഞു, എച്ച് സലാം അങ്ങനെ അല്ലായിരുന്നു പറയേണ്ടത്, ഒരാൾ പോലും സുധാകരന്റെ നിഴൽ പോലും സുധാകരന്റെ കൂടെ ഉണ്ടാവില്ല എന്നാണ് ആദർശശാലി എന്ന് നടിക്കുന്ന ആര് പറയേണ്ടത്, എച്ച് സലാം പറയേണ്ടിയിരുന്നത്. പക്ഷെ എച്ച് സലാം പറയുന്നത് 15 പേർ കൂടി ഉണ്ടാവില്ല. എന്റെ എച്ച് സലാമേ, തന്നോടൊപ്പം ആരെങ്കിലും ഉണ്ടാവിടോ? താനൊക്കെ കമ്മ്യൂണിസ്റ്റ് ആണ്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന അഭിമാനിക്കുന്ന ആളുകൾക്ക് താനൊക്കെ എച്ച് സലാം, നാസർ, സജി ചെറിയാൻ